എവർക്കും കേരള ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് റായ്പൂരാണ്. സോ ഇന്ന് നമ്മൾ റായ്പൂര് മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്തൊക്കെയാണ് കണ്ടുപിടിച്ച് അവിടെ കറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിലാട്ടോ നമ്മളുള്ളത്. അപ്പം ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് നവാ റായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഏതായാലും റായ്പൂരേക്ക് പോവാം. ഈ റായ്പൂരിൽ നിന്ന് നവാ റായ്പൂരേക്ക് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഓൾഡ് കൊൽക്കട്ട ന്യൂ കൊൽക്കട്ട എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് റായ്പൂരും നവാ റായ്പൂരും. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് നവാ റായ്പൂരാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഒരു ബസ് പിടിച്ചിട്ടാണ് റായ്പൂരേക്ക് പോകുന്നത്. കാരണം വേറെ വഴികൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ്. ഇപ്പോൾ കറൻ്റ്ലി റായ്പൂരിൽ നിന്ന് നവാ റായ്പൂരേക്കും തിരിച്ചും ഓരോ മണിക്കൂറിൽ ഓരോ ബസ് മാത്രമേ ഇവർ സർവീസ് ചെയ്യുന്നുള്ളൂ. അത് തന്നെ ഇവരുടെ ഗവൺമെൻറ് ബസ്സാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ KSRTCയോ മറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ കർണാടകയിലെ RTC പോലെയോ അല്ലെങ്കിൽ തമിഴ്നാട് RTC പോലെയോ ഒന്നും ഇവിടെ കറക്റ്റായിട്ടൊരു ഷെഡ്യൂൾ ചെയ്തിട്ട് ബസ്സുകൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുമ്പം സ്വന്തം വണ്ടിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഉള്ള ബസ്സുകളാണെങ്കിൽ നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ്, വലിയ മോശം പറയാനൊന്നുമില്ല. അതായത് ഓൺ ടൈം എത്തുന്ന ബസ്സുകളാണ്. കാരണം ഡിലേ ആവാൻ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് വളരെ കുറവാണ്. അതായത് ഞാൻ നവാ റായ്പൂരിൻ്റെ കാര്യം പറയുന്നത്. റായ്പൂർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സോ അവിടെ ട്രാഫിക് ബ്ലോക്കും മറ്റും ഉണ്ടാവും. നമ്മൾ റായ്പൂരേക്കാണ് പോകുന്നത്. നവാ റായ്പൂരിൻ്റെ വിശേഷം നമ്മൾ മറ്റൊരു വീഡിയോയിലായിരിക്കും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇതാ കാണുന്ന കേട്ടോ നമ്മുടെ ഫ്ലാറ്റ് അവിനാഷ് ന്യൂ കൗണ്ടി എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റാണ്. ഏകദേശം എനിക്ക് തോന്നുന്ന 100-200ഓളം ഫ്ലാറ്റുകൾ അതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നത്. സോ ഇതൊരു സാധാരണ വഴിയാണ്. പക്ഷേ ഇതെന്ത് നീറ്റ്ലിയാണ് അവർ ഡെവലപ്പ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇതൊന്നും കറക്റ്റായിട്ട് മെയിൻ്റനൻസ് നടക്കുന്നില്ല എന്നറിയാൻ കഴിയും. അതായത് ഇപ്പോൾ നിങ്ങൾ റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 വരി കാണാം. ഈ ഒരു 4 വരി കാണാം. ഈ ഒരു 4 വരി എന്ന് പറയുന്ന ഒരു സർവീസ് റോഡാണ് ഇവിടെ. മറിച്ച് ഈ സർവീസ് റോഡിൻ്റെ ഇവിടെയൊക്കെ നിറച്ച് മണ്ണും കാര്യങ്ങളും കാണാം. അപ്പോൾ അത് മെയിൻറ്റെയിൻഡ് അല്ല എന്ന് മനസ്സിലാവുമല്ലോ. വേറെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സൈക്കിൾ ട്രാക്ക് കാണാൻ കഴിയും. അതുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഏകദേശം 4 വരി സിംഗിൾ ലൈനിൻ്റെ കൽപ്പനയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് 6 വരി നിങ്ങൾക്ക് കാണാൻ കഴിയുക. പക്ഷേ ഇതിനകത്ത് വരയും കുറിയുന്ന റോഡിൽ കാണില്ല. അപ്പോൾ നമ്മളെ ബസ് അവിടെ നിന്നാണ് വരിക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ എത്രത്തോളം ആൾക്കാർ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ബേസിക്കലി ഇവിടെ ഇങ്ങനെ സെക്ടർ വൈസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അടുത്ത വീഡിയോയിൽ പറയാം. സമയം 1:21, 1:31 ബസ് വരേണ്ടത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് നേരത്തെ വന്ന് നിൽക്കുകയാണ്. കാരണം ഈ ഒരു ബസ് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ് എന്ന് പറയുന്നത് 2:30 ഉള്ളൂ. അപ്പോൾ അതുവരെ കാത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും വരണം. അതായത് രാത്രി ഒരു 9 മണി അതിന് ശേഷം പിന്നെ ബസ്സുകൾ ഇങ്ങോട്ട് സർവീസ് ഇല്ല. സത്യം പറഞ്ഞാൽ പിന്നെ നമ്മളല്ല ഓട്ടോയോ മറ്റോ എടുത്ത് വരേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ശോകമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതായത് ഇത്രയും ഡെവലപ്മെൻറ്റ് നടന്ന് പക്ഷേ ഉപയോഗപ്രദമാവാത്ത സ്ഥലം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അയച്ച കണ്ട പല മലയാളികളും കൊതിച്ചു കൂട്ടും. നീണ്ടു നിവർന്ന് കിടക്കുന്ന 6 വരി, പിന്നെ പശുക്കളുണ്ടാവും റോട്ടിൽ, പിന്നെ ചുറ്റും ധാരാളം പാടങ്ങൾ. അതായത് ഇതൊക്കെ പ്ലെയിൻ ലാൻഡാണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒന്നുമില്ല, ചുമ്മാ സ്ഥലങ്ങൾ. പിന്നെ ധാരാളം അതായത് ഇൻഡസ്ട്രികളാണെങ്കിൽ അതുമില്ല. പിന്നെ ഈ IIM അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ മാത്രം അവിടെ ഇവിടെയായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോലി എടുക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉണ്ടാവല്. പിന്നെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ഹോസ്പിറ്റലും ഉണ്ട്. അല്ലാതെ ഈ റോഡ് മൊത്തം കാലിയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു 6 വരി വരാൻ നമ്മൾ എത്ര കാലം കാത്തിരുന്നു. നമ്മുടെ തലശ്ശേരിയുമായി ബൈപ്പാസൊക്കെ വരാൻ 34 വർഷമല്ലേ നമ്മൾ കാത്തിരുന്നത്. പക്ഷേ ഇവിടെ ഇത്രയും വലിയ റോഡ് ഉണ്ടാക്കിയിട്ട് ഇതിലെ പോകാൻ ആൾക്കാരില്ല. മലയാളികളെ കുറിച്ച് പറയാനാണെങ്കിൽ ലോകത്തെ എല്ലായിടത്തും മലയാളികൾ വരുന്ന തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഇവിടെയും ധാരാളം മലയാളികളെ കാണാൻ കഴിഞ്ഞു. നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ അതായത് ഒരു 4-5 ഫാമിലീസിനെ എനിക്ക് പേഴ്സണലി കാണാൻ കഴിഞ്ഞു. അതല്ലാതെ തന്നെ ഇവിടെ IIM-ലും മറ്റും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. മലയാളികളും അത്യാവശ്യം ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് അറിയുന്നത് സന്തോഷം. എന്താല്ലേ 6 വരീൻ്റെ സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. ആകെ 1-2 വണ്ടി ഇടയ്ക്ക് പോകുന്നു. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു 6 വരീൻ്റെ സൈഡിലിരിക്കുന്ന കാര്യം സ്വപ്നങ്ങളിൽ പോലും ഒന്ന് ആലോചിക്കാൻ പറ്റുമോ?
ബസ് ടിക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടക്ടറോ മറ്റോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ബസ്സിൽ കയറുക, ഇറങ്ങുന്ന സ്റ്റോപ്പ് എവിടെയാണോ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക, കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സെക്ടർ 13 എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് സ്റ്റോപ്പില്ല. മറിച്ച് ഈ ഒരു കൈൻഡ് ഓഫ് ബസ്സുകൾക്ക് ഒരു സർട്ടൻ സ്റ്റോപ്പുകളുണ്ട്. അതായത് നമ്മൾ മെട്രോയിലൊക്കെ ഉള്ള പോലെ ഓരോ സെൻറ്ററുകളുണ്ട്. നമ്മൾ അവിടെ പോയി ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറണം. എന്നിട്ട് ആ ടിക്കറ്റ് ഡ്രൈവറിനെ കാണിച്ചാൽ മാത്രം മതി. പിന്നെ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 30 കിലോമീറ്റർ പോകാൻ വെറും 40 രൂപ നമുക്ക് ആവുന്നുള്ളൂ. നമ്മുടെ ബസ് ഇതാ വരുന്നുണ്ട് കേട്ടോ. ഈ വരുന്ന ചോപ്പ് ബസ്സാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്നത്. ഇവിടെ എത്തി നിർത്തും. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നത് ബസ്. നമ്മുടെ വോൾവോൻ്റെ എൻജിനൊക്കെ കേട്ടോ, ടാറ്റേൻ്റെ ബോഡി കയറാം. നമ്മളതിന് പുറപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിലത് പോവുക. ഏകദേശം ഒരു 60-80 കിലോമീറ്റർ സ്പീഡിലാട്ടോ പോകുന്നത്. പിന്നെ മൊത്തം 6 വരെയാണ്. ഫ്രണ്ടിലാണെങ്കിലും ഒന്നുമില്ല. പക്ഷെ ഇവിടുത്തെ സീറ്റ്സും കാര്യങ്ങളും 50% സ്ത്രീകൾക്ക് ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. അതാണ്ട് ഇങ്ങനത്തെ ബസ് സ്റ്റോപ്പുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ ഇതാക്കണ്ടല്ലേ, ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കുമല്ലേ. ഇപ്പോൾ ഇവിടെ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്തത് ഉണ്ടാവില്ല. ഇവിടെ പല സ്ഥലത്തും സ്ഥലങ്ങളെ പണിയൊക്കെ നടക്കുന്നതാണ് കേട്ടോ. മേ ബി ഇതൊക്കെ ഡെവലപ്പ് ആവുന്ന സ്ഥലമായിരിക്കും. ഇടയ്ക്ക് നല്ല മഴ പെയ്തു കേട്ടോ, നല്ല തകർപ്പൻ മഴ. തെലിബന്ത എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടോ. ആ ബസ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. മഴ ചാറുന്നുണ്ട്, പക്ഷെ ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കരമായ തകർത്ത് വെയിലില്ല. സാധാരണ പെയ്യും, പിന്നെ നിൽക്കും, പിന്നെ ഉണങ്ങും, പിന്നെ എപ്പോഴെങ്കിലൊക്കെ പെയ്യും. നമ്മുടെ റായ്പൂർ സിറ്റിയുടെ ഹൃദയഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തെലിബന്ത എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വരാൻ കാരണം 2-3 കാര്യങ്ങളുണ്ട്. റായ്പൂർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്ന മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് പോലൊന്നും പ്രതീക്ഷിക്കരുത്, ബോംബെയിലെ മറൈൻ ഡ്രൈവ് പോലൊന്നും അല്ല. ഇവിടെയുള്ള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു സംശയകരമായ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ പിന്നെയും കുറച്ച് സ്ഥലങ്ങൾ കാണാനുള്ളത് ചില മ്യൂസിയങ്ങൾ, അതുപോലെ ഈ മറൈൻ ഡ്രൈവ്, പിന്നെ അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്കിവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ റായ്പൂർ വഴി ഒരു പോവുകയാണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണിത്. അപ്പോൾ ഏതായാലും നമുക്ക് മറൈൻ ഡ്രൈവ് ഭാഗത്തേക്ക് പോയി നോക്കാം. തെലിബാന്ത എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. ഞാൻ നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി മറ്റേ ഷെയർ ഓട്ടോയും കാര്യങ്ങളും കിട്ടും. പക്ഷെ അത് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഇവിടെ ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ വളരെ കുറവാണ്. ചൂടുണ്ടെങ്കിലും ഹ്യൂമിഡിറ്റി കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3-4 കിലോമീറ്റർ ഇവിടെ നടന്നാൽ പോലും നമുക്ക് അത്രയ്ക്ക് ക്ഷീണം അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. നടക്കുമ്പോൾ സൂക്ഷിക്കേണ്ട പശുവിൻ്റെ ചാണകത്തിൽ ചവിട്ടാൻ നോക്കുക. നല്ല നല്ല ഷൂവോ ചെരുപ്പോ ഇടുക. അപ്പോൾ നമ്മുടെ മോദിജീൻ്റെയൊക്കെ ഫോട്ടോ അച്ചടിച്ച് വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഈ പ്രാവശ്യം ഇലക്ഷന് ജയിച്ചിരിക്കുന്ന BJP ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ജയിച്ച MP-ൻ്റെ ഫോട്ടോയും മറ്റും കുറേ ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ കാണാം. റായ്പൂരിൽ നിന്ന് വരുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് തെലിബാന്ത ഇറങ്ങണമെന്ന്. അല്ലെങ്കിൽ തെലിബാന്ത എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷന് എനിക്ക് തോന്നുന്നത് 3-4 കിലോമീറ്റേഴ്സ് അവയാണ്. എന്നാലും നിങ്ങൾ അവിടുന്ന് വരികയാണെങ്കിലും തെലിബാന്ത ഇറങ്ങി നടക്കുകയോ ഷെയർ ഓട്ടോ എടുക്കുന്നതായിരിക്കും എളുപ്പം. പലതരത്തിലുള്ള ആൾക്കാരെ കാണാം, പിന്നെ വഴിയോര കച്ചവടങ്ങൾ കാണാം. സിറ്റിയുടെ തിരക്കിലേക്ക് നമ്മൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സുമോ ഒരു ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ, ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ്, ഏതാണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അതേപോലെ പോകുന്ന ഇലക്ട്രിക് ഓട്ടോകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ആ ഷെയർ ഓട്ടോനാണ് 10 രൂപയാവുന്നത്. ഇവിടെ പഴയൊരു കോണ്ടസ എടുക്കുന്നതാണ് കേട്ടോ, നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കോണ്ടസ ക്ലാസിക്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് വളരെ കുറവാണ്, പക്ഷെ നല്ല വൃത്തിയിട്ട രൂപത്തിലാണ് കാണുന്നത്. ഓടുന്ന റോഡ് വൃത്തിയായിട്ടുള്ള വണ്ടിയല്ല കണ്ടോ, ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുകയാണ്. ഈ വണ്ടി തള്ളുന്ന ഒരു കുട്ടിയാട്ടോ, അതിൻ്റെ ഉള്ളിൽ ആ കുട്ടിയുടെ അനിയനാന്ന് തോന്നുന്നുണ്ട് ഇരിക്കുന്നുണ്ട്, പാവട്ടോ. ആ കുട്ടി തള്ളിക്കൊണ്ട് പോവാണ്. ഈ ഫ്ലക്സിലും മറ്റൊക്കെ ഈ ചങ്ങാമാരി ഈ വിമൽ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരിക്കുന്ന കാണാൻ ഭയങ്കര ലുക്കാണ്. കോടികൾ വാങ്ങിക്കുകയും ചെയ്യും. ശരിക്ക് ഇത് കഴിക്കുന്ന അല്ലെങ്കിൽ ഇമാതിരി കെമിക്കൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളെടുത്ത് വന്നിരിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നോർത്ത് ഇന്ത്യക്ക് വന്ന പല മലയാളികൾക്കും അറിയായിരിക്കുമല്ലോ. നമ്മളങ്ങനെ നടന്ന് നമ്മളെ മറൈൻ ഡ്രൈവ് എത്തിയിട്ടോ. ഈ കാണുന്നതാണ്, ഈ സർക്കിളിൽ കാണുന്നതാണ് ഇവിടുത്തെ മറൈൻ ഡ്രൈവ്. കണ്ടില്ലേ, ഇത്രയും സൗകര്യമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇവർക്ക് ചെയ്തു കൊടുത്തത്. പിന്നെ ഈ സൈഡിൽ നിങ്ങൾക്ക് ഫുഡ് കോർട്ടും കാര്യങ്ങളും കാണാം. ഇത് ചുറ്റും നിറച്ച് ഫുഡ് കോർട്ടും അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റുകളുമാണ്.
വൈകിട്ട് കഴിഞ്ഞ് രാത്രിയൊക്കെ ആകുമ്പോഴേക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുക. ഞാൻ ഇവിടെ രാത്രി വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് നമുക്ക് ബസ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇവിടെയൊക്കെ പല സ്റ്റാളുകളും തുറന്ന് വരുന്നേ ഉള്ളൂ, പക്ഷെ അങ്ങോട്ടേക്കൊക്കെ കുറേ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ. ഇവിടെ കോളേജിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വന്നിരുന്ന് സമാധാനമായി ചൊല്ലാനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ്. ഒക്കെ പ്രോപ്പറായിട്ട് ഇടാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ തോട്ടിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് റായ്പൂർ സ്മാർട്ട് സിറ്റീൻ്റെ കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് വലിയ വൃത്തികേടൊന്നും ഇവിടെ കാണുന്നില്ല. ഇത് എനിക്ക് ഈ സ്പ്രീ വാക്ക് എന്ന് പറഞ്ഞൊരു ടീമാണ് ഇത് ബിൽഡ് ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇവർ കൂളറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണാം. ഒരു ടേക്ക് എ ബ്രേക്ക് എന്നൊക്കെ ഉള്ള പോലത്തെ സെറ്റപ്പ് ആയിരിക്കണം. ഇവിടെ ഇവരുടെ ഒരു വാഷ്റൂമും അതുപോലെ തന്നെ ഡ്രസ്സിങ് റൂമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അവരുടെ ഓഫീസാണെന്ന് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ ഇവിടെ ഒന്നിങ്ങനെ എടുക്കാം. എനിക്ക് തോന്നുന്നു ഇതിന് ഇവർ പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ടാവും തോന്നുന്നുണ്ട്, കാരണം ഇത് പൂട്ടിയിട്ടിരിക്കും. വൈകിട്ടായിരിക്കണം തുറക്കുന്നത്. പക്ഷെ കണ്ടിട്ടത് ഇപ്പം വർക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നില്ല. ഇവിടെ ഒരു പിസ്സ ഹട്ടിൻ്റെ കട കാണാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെയാണ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സിംഗപ്പൂരൊക്കെ പോലുള്ളവർക്ക് അറിയാം, നമ്മുടെ ക്ലാർക്ക് വേ ഒക്കെ അല്ലേ, ആ ഒരു സെറ്റപ്പ് ഇന്ത്യയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും. ഏകദേശം അതേപോലെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ അങ്ങ് അവിടെ ഒരു ബിൽഡിംഗ് കാണാം. അതെനിക്ക് തോന്നുന്ന ഒരു ഓഫീസ് ബിൽഡിംഗ് ആണോ അതൊരു വീടാവാൻ ചാൻസ് കുറവാണ്. ഇതിൻ്റെ നടുവിലൊക്കെ വീട് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എത്രത്തോളം എക്കണോമിക്കലി ഫീസിബിൾ ആവുമെന്ന്. ഇവിടെ ധാരാളം കടകൾ വേറെ കാണാം, കണ്ടോ. അങ്കിൾ പീറ്റേഴ്സ് പാൻ കേക്ക്സ്, ബീജിങ്, അതായത് ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ധാരാളം റെസ്റ്റോറൻറ്റ്സ്. ഇതൊക്കെ ഈ വൈകിട്ടാകുമ്പോഴേക്കും ആക്റ്റീവായി വരുള്ളൂ. പിന്നെ ഇവിടെ ഗോപാൽസ് 56, കളർ ബാർ, ഷുഗർ, ഇങ്ങനെ ധാരാളം കടകൾ കാണാം. പിന്നെ ചായക്കടകളുണ്ട് കേട്ടോ, പക്ഷെ ഇവിടെയൊക്കെ നല്ല റേറ്റ് ആവും. ലെഫ്റ്റ് സൈഡിൽ കുറേ ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആട്ടോ, പക്ഷേ ഈ സ്മാർട്ട് സിറ്റീൻ്റെ ഭാഗമായുണ്ട് അതൊക്കെ പെയിൻ്റ് അടിച്ച് ഒന്ന് കുട്ടപ്പനാക്കിയിട്ടുണ്ട് കാണുമ്പം. കാരണം ഈ ഒരു ഭാഗമൊക്കെ വൃത്തിയാകുമ്പോൾ ആ സൈഡ് മാത്രം വൃത്തിയായി കിടക്കേണ്ടത് നമ്മൾ നാഗ്പൂർ കണ്ട പോലെ. അപ്പോൾ അവിടെ കുറച്ച് കളറാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. ഇതൊക്കെ അതിൻ്റെ വാട്ടർ ഫൗണ്ടൻ്റെ സാധനങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഷോ ഉണ്ടാവേണ്ടതാണ്, പക്ഷെ അതിപ്പോൾ വർക്കിംഗ് കണ്ടീഷനിലായിട്ടല്ല കാണുന്നത്. പിന്നെ അതുകൊണ്ട് എങ്ങനെ ഇരിക്കാം, നല്ല അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും. പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചതുണ്ട്. ഇത് ഈ നഗരഭംഗി കൂട്ടുന്നതിനായിട്ടനുബന്ധിച്ചാണ്. അത് എന്നാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്, ഏതൊക്കെ ദിവസങ്ങളിലാണ് നടന്നത്, അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ ലെഫ്റ്റിൽ കുറച്ചൊരു പാർക്ക് പോലത്തെ സ്റ്റൈലിൽ കുറച്ച് നല്ല പൂക്കളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനപ്പുറത്ത് മൊത്തം പഴയ ബിൽഡിങ്ങുകളും പൊളിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളും മറ്റുമാണ്. നഗരഭംഗി അല്ലെങ്കിൽ നഗരം കുറച്ചും കൂടി വൃത്തിയാക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് കേട്ടോ. അത് പുറത്തുനിന്ന് ഒരു ട്രെസ് പാസേഴ്സ് ഇതിലെ വരരുത് എന്നുള്ള രീതിക്ക് ആയിരിക്കണം. ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്, ഗേറ്റ് ക്ലോസ് ചെയ്തു ഇട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ എന്തൊക്കെയോ റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ ഒരു റിനോവേഷൻ വർക്ക്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ബാഹുബലീൻ്റെ സെറ്റ് പോലെ ഉണ്ട് കണ്ടിട്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഈ ഒരു ഹൈമാസ്ക് ലൈറ്റാണോ അതോ വാച്ച് ടവറോ എന്തോ ഇതിനെക്കുറിച്ച് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. ഏതൊരു IAS ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ നടന്നു വന്നാട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ സർക്കിൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്സൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ഈ മെയിൻ റോഡാണ് കേട്ടോ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് രാവിലെ ജോഗിങ്ങിന് എന്നുള്ള പോലുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലുള്ള പാർക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ഈ സർട്ടൻ പാർക്കല്ലേ, ഇപ്പോൾ നമ്മുടെ കോഴിക്കോടാണെങ്കിൽ സരോവരം ബയോ പാർക്ക് അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ നമ്മുടെ മലപ്പുറത്താണെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു പാർക്കില്ല. ആകെ ഉള്ളതെന്ന് പറയാം നമ്മുടെ മൊട്ടക്കുന്നിൻ്റെ മുകളിലുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോട്ടക്കുന്ന് പാർക്കാണ്. പക്ഷെ അവിടെ എത്ര പേര് ജോഗിങ്ങിന് വേണ്ടി ആ മല കയറി വരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പാർക്കിംഗ് ആണെങ്കിലും വേറെ എന്ത് സൗകര്യമാണെങ്കിലും ഇതൊരു സിറ്റീൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണെങ്കിൽ വളരെ നല്ലതല്ലേ. ഇപ്പോൾ നമ്മൾ മൈസൂർ ഒരു പാർക്ക് പോയി കണ്ടു, പക്ഷെ അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതൊരു ചതുപ്പ് നിലം, ചുറ്റും എന്താ പറയുക കണ്ടൽ കാടുകൾ പോലുള്ള സ്ഥലത്തിൻ്റെ നടുവിലായിരുന്നു ആ പാർക്ക്. ഇത് പറഞ്ഞാൽ ഒരു സിറ്റിയുടെ ഹൃദയത്തിൽ തന്നെയാണ്, മൈസൂർ പോലെ തന്നെ.
പക്ഷേ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതേപോലുള്ള വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളിപ്പോൾ ഇവിടെ വന്നൊരു കറങ്ങാൻ വേണ്ടിയിട്ടല്ല. മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് മേ ബി വരാം എന്ന് പറയാം. പക്ഷേ അതിൽ കൂടുതൽ ഇതിൽ നിന്ന് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇങ്ങനൊരു ഡിബേറ്റ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തുടങ്ങി വെക്കാൻ കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഓപ്പൺ ബാറുകളോ മറ്റോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല, കുറച്ചും കൂടെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമായിട്ട് തോന്നി. പിന്നെ ഈ കാണുന്ന കഫേ ആക്ച്വലി എല്ലാവർക്കും ആക്സസിബിൾ അല്ലാന്ന് തോന്നുന്നുണ്ട്. ഇതൊരു പ്രീമിയം ജിമ്മാണ്. അതായത് ഈ സിറ്റിൻ്റെ നടുവിൽ പൈസക്കാർക്ക് വന്നിട്ട് ജിമ്മിൽ പോവാം. അതും വളരെ പ്രീമിയം ആയിട്ടുള്ള ജിമ്മും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം കാണും നമ്മൾ വെയിറ്റ് എടുക്കുന്നതും മറ്റും. ഇവരുടെ കോമ്പറ്റീറ്റീവ്സായ അവിടെ ഒരു ജിമ്മ് കാണാം കേട്ടോ, ഗോൾഡ്സ് ജിം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കത്തിയാവും. എനിക്കൊന്ന് 10,000-20,000 രൂപ ഇല്ലാതെ മെമ്പർഷിപ്പ് പോലും എടുക്കാൻ പറ്റില്ല. നമ്മുടെ റോട്ടറി ക്ലബ്ബില്ലേ അവിടെ ഇവിടെയും കാണുന്നത്, ആ റോട്ടറി ക്ലബിൻ്റെ ഒരു പഴയ ഓഫീസ് കാണാം. പക്ഷേ ഇത് അടച്ചിട്ട നിലയിലാണ് കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പബ്ലിക് റെസ്റ്റ് റൂംസ് കാണാം, അതുപോലെ തന്നെ ഒരു ഫുഡ് കോർട്ട് കാണാം കേട്ടോ. അത് ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്. ധാരാളം റെസ്റ്റോറൻറ്റ്സുകൾ, ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് കാണാം. അതായത് ഇപ്പോൾ നെസ്കഫേ പോലുള്ള റെസ്റ്റോറൻറ്റുകൾ. പക്ഷെ നിങ്ങൾ ആക്ച്വലി ഇവിടുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഇവരുടെ ഒരു മെമ്പർഷിപ്പ് എടുക്കണം. ഇത് ഈ സ്പ്രീ ഫുഡ് ലാബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അവരുടെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം മാത്രമേ ഇവിടുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. അത് അവരുടെ ഒരു ബിസിനസ് ടാക്ടിക്കും കൂടിയാണ്. അധികം പൈസ സ്പെൻഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ആ മൂലക്കിലും അതുപോലെ ഈ സൈഡുകളിലൊക്കെ ആയിട്ട് ധാരാളം ധാബകളും അതുപോലെയുള്ള സാധാരണ റെസ്റ്റോറൻറ്റ്സ് നല്ല തട്ടുകടകളും മറ്റും ഉണ്ട്. അവിടെ നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും, മേ ബി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അല്ലാതെ എനിക്ക് തോന്നുന്നത് ഭയങ്കര വ്യത്യാസം ഇല്ല. ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഭേദം ഇത് തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ വെറുതെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മുടക്കാമല്ലോ. ഇവിടെ നമുക്ക് തെലി ബന്ദ താലാബ് എന്ന് കാണാം. അതായത് ഇപ്പോൾ നമ്മൾ കണ്ട മറൈൻ ഡ്രൈവിൻ്റെ ഹിന്ദി ആയിരിക്കണം. ഓപ്പോസിറ്റ് നമ്മുടെ റോഡ് സൈഡിലും ധാരാളം കടകളുണ്ട് കേട്ടോ. ഇപ്പോൾ ബാസ്കിൻ റോബിൻസ് ആണെങ്കിലും ഇപ്പോൾ അവിടെ ധാരാളം ഓഫീസുകൾ കാണാം. ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ, അമിറ്റി യൂണിവേഴ്സിറ്റീൻ്റെ, അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മുടെ ഹാൽദറംസിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്. അപ്പം ധാരാളം ഓപ്ഷൻസ് ഉണ്ട് സിറ്റീൻ്റെ സെൻറ്ററിൽ തന്നെ. പിന്നെ ഇവിടെ ധാരാളം പാനിപൂരിൻ്റെ കട, അതുപോലെ തന്നെ സ്വീറ്റ് കോണിൻ്റെ ഷോപ്പ്. പിന്നെ കണ്ട നിങ്ങൾ വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു പേരായിരിക്കും. ഇവിടെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേര് കാണാം, നമ്മുടെ കോൺ ഹബ്. ഇതിൻ്റെ വേറെ പല സാധനങ്ങളും നിങ്ങൾ ക്രോമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഇവിടുത്തെ ഒരു പ്രസ്സിൻ്റെ വണ്ടി കേട്ടോ, ഒരു ഇന്നോവ. ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ ഏതൊരു കമ്പനി ഫുൾ സ്റ്റിക്കറിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ 24 ന്യൂസോ ഏഷ്യാൻ ന്യൂസോ ഇങ്ങനൊരു വണ്ടി ചെയ്താൽ എന്ത് പ്രശ്നമായിരിക്കും അല്ലേ. നമ്മളിവിടെ ഒരു ജ്യൂസ് കടയിൽ കയറി ഒരു കോൾഡ് കോഫി പറഞ്ഞു കേട്ടോ, 90 രൂപ. നമ്മുടെ ഈ ഒരു മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇവരുടെ ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. കണ്ടോ നല്ലൊരു കോൾഡ് കോഫി കേട്ടോ, 50 രൂപ. ഇതേ സാധനമാണ് അവിടെ 100-200 രൂപയ്ക്കൊക്കെ കിട്ടുക. അപ്പോൾ എന്തായാലും ഓക്കെ. നമ്മൾ ഈ റേറ്റ് ഇങ്ങനെ എപ്പോഴും പിസ്കി പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ റായ്പൂർ മറൈൻ ഡ്രൈവിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഈ വഴി പോകുമ്പോഴോ റായ്പൂർ വരുമ്പോഴോ തീർച്ചയായിട്ടും മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. വൈകുന്നേരം വരെ ശ്രമിക്കുക ചിൽ ഔട്ട് ചെയ്യാൻ. അപ്പം റായ്പൂരിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ.